നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് ദൈവം തന്നെ, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഒരാൾക്ക് ദൈവം എന്തെങ്കിലും കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ അത് ആര് തടുത്താലും അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കൊടുക്കണ്ട എന്ന് കരുതിയാൽ അത് ആര് കൊടുക്കണം എന്ന് വിചാരിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഈ സന്തോഷം ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നുപ്പയ്ക്ക് കിട്ടുന്ന അംഗീകാരമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. ഇക്കഴിഞ്ഞ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചുമട്ടുപണിക്ക് പോയിട്ടുണ്ട്, കൂലിപ്പണി ചെയ്തിട്ടുണ്ട്, ചായ അടിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടി ഹിറ്റാവുമ്പം എന്തോ ഫീലായത്? ഇല്ല, ഫീലാകുമ്പോൾ അനുഗ്രഹത്തിനെ ഓർത്ത് ഭയപ്പെടും, ഒരു പേടിയാണ് വരിക. ഓക്കെ. പിന്നെ ഞാൻ ചെറിയ വയസ്സിലെ വലിയ കലാകാരന്മാരൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉപ്പ വലിയൊരു കലാകാരനാണ്. അപ്പോൾ ഉപ്പയുടെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന സമയത്തും അദ്ദേഹം ഉപ്പ ഗൾഫ് നാടുകളിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉപ്പയുടെ കൺകണ്ട ദൈവം എന്ന് പറയുക കെ രാഘവ മാഷ്, സംഗീത സംവിധായകൻ. അതുപോലെ അന്നത്തെ പ്രശസ്തരായ എല്ലാ കലാകാരന്മാരെയും ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊക്കെ വന്ന് പോകുമ്പോൾ ഞാനിതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. ഓക്കെ. പിന്നെ എൻ്റെ താഴെങ്ങാടി എന്ന് പറയുന്ന നാട്, വടകര താഴെങ്ങാടി, അവിടെ വരാത്ത കലാകാരന്മാരില്ല. ഞാനൊന്നും കണ്ടിട്ടില്ലെങ്കിലും ബാബുരാജ്, നമ്മുടെ പ്രശസ്തനായ ബാബു കടക്കം, പിന്നെ എരിഞ്ഞോളി മൂസക്കൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വടകര താഴെങ്ങാടി ആ പ്രദേശത്തുള്ള ഒരാളായിട്ടാണ് ഉണ്ടാവാറ്. പി സി ലിയാക്കത്ത്, അങ്ങനെ ഒത്തിരി വലിയ വലിയ പാട്ടുകാർ. അപ്പോൾ ഇവരൊക്കെ കണ്ട് വളർന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ സൗഭാഗ്യത്തെ ഞാൻ പേടിയോടുകൂടിയാണ് ആസ്വദിക്കാറുള്ളത്. കാരണം ഒന്നുമില്ലാത്തൊരു ഏരിയയിൽ നിന്നാണ് ഞാൻ പ്രശസ്തനാവാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ആളാണ്. അതായത് ഫെയിം നേടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഫെയിം ആവണം എന്നുള്ള മാത്രമല്ല, എൻ്റെ ഉള്ളിലൊരു ചെറിയ കലാകാരനെ ചെറിയ വയസ്സിൽ നമ്മളൊക്കെ കരുതല്ലോ നമ്മൾ ഭയങ്കരമാണെന്ന്. പാട്ട് പാടാനുള്ള കഴിവിൽ ഞാൻ അന്നും വലിയ കോൺഫിഡൻ്റ് ഉള്ള ആളല്ല. പക്ഷെ എനിക്ക് ആക്ട് ചെയ്യാൻ എത്രയോ സിനിമയുടെ സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട് ഞാൻ. പടം റിലീസായി കഴിഞ്ഞാൽ ചിലപ്പം ചില പോസ്റ്ററിൽ ചില ഏരിയകളിലൊക്കെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫോട്ടോയിലൊക്കെ ഞാനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ പടത്തിലേ ഞങ്ങളുണ്ടാവില്ല. അങ്ങനെ ഒത്തിരി പടത്തിൽ അഭിനയിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ആഗ്രഹം ചെറിയൊരു മീഡിയയിൽ കൂടി, ആൽബം മീഡിയയിൽ കൂടി പഠിച്ചവർ എനിക്ക് ചെയ്തു തന്നു. ആ ആൽബം വന്നെത്തുന്നത് എങ്ങനെയായിരുന്നു? ഞാനൊരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ബോറടിക്കായിരിക്കും, പക്ഷേ ഇന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നിങ്ങളെ പോലെയുള്ള ഒരാളെ മുമ്പിൽ ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കാണാറുണ്ട്. സന്തോഷം. അപ്പോൾ ഈ ഒരു ആൽബം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആകാൻ സാധ്യത ഉണ്ടായിരുന്നവരുടെ പേര് റഫീഖ് സമദ് എന്നാണ്. എന്നെ മീഡിയയിലേക്ക് കൊണ്ടുവന്ന വടകര സ്വദേശികളാണ്. ഒരാൾ റിതം കമ്പോസറാണ്, ഒരാൾ കീബോർഡിസ്റ്റാണ്. രണ്ടാളെ പേര് റഫീഖ് സമദ് എന്നാണ്. എന്നെ ശരിക്കും മീഡിയയിലേക്ക് കൊണ്ടുവന്നതും അവരാണെന്ന് തന്നെ 100% പറയാം. അപ്പോൾ ഞങ്ങൾ വടകര താഴങ്ങാടിയുള്ള ഒരു മ്യൂസിക് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാൻ പറയും, ഇവിടെ ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മൂന്ന് പേർക്ക് ഇത് ചെയ്തുകൂടെ? അപ്പോൾ എനിക്കന്ന് സത്യത്തിൽ തൊഴിലുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും സമയത്ത് ചങ്ങായിമാരുടെ കടയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് 5000 രൂപ ഇവർ രണ്ടുപേരും കൂടി 10,000 രൂപ. ഞാൻ വർക്കിംഗ് പ്രൊഡ്യൂസർ, അതായത് മീൻസ് പൈസ ഇറക്കാതെ വർക്കിംഗ് പാർട്ട്ണർ, മ്യൂസിക്കും രചനയും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ക്ലബ്ബിൽ ഇരുന്നിട്ട് ഈ റഫീഖ് വടകരയുടെ പിന്നെ കീബോർഡിൽ 3 പാട്ട് ഫീഡ് ചെയ്തിരുന്നു. എൻ്റെ കാതിൽ, നെഞ്ചിനുള്ളിൽ, വേറെ ഏത് പാട്ട്. പിന്നെ 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 ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയില്ലാതായപ്പോൾ ഇവർ രണ്ടുപേരും പിന്മാറി. ഞാൻ എൻ്റെ ഈ ആശയമായിട്ട് കോഴിക്കോട് ഒരുപാട് അലഞ്ഞു. ഓരോ എനിക്കറിയില്ലല്ലോ, ഈ ഓരോ ഷോപ്പിൻ്റെ തിരക്കിൻ്റെ, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മേലായിരുന്നു, 2nd ഫ്ലോറിലായിരുന്നു. പിന്നെ മ്യൂസിക് വേൾഡ് രാജീവേട്ടൻ, മരിക്കുന്നവരെ ഞാൻ മറക്കൂല. ആ മനുഷ്യൻ എന്നോട് വന്ന് കാണിച്ച ഒരു സ്വഭാവം മരിക്കുന്നവരെ ഞാൻ മറക്കൂല. എന്തായിരുന്നു സ്വഭാവം? ബാക്കി എല്ലാവരും ഈ ചെറിയ പയ്യനായിട്ടുള്ള എന്നെ എവോയ്ഡ് അല്ലെങ്കിൽ പിന്നെ ഒരു ശല്യക്കാരനായിട്ട് കാണും. ഞാൻ എൻ്റെ ആർത്തി കൊണ്ടാണ്
എനിക്ക് പാടിയില്ലെങ്കിൽ സാറല്ല, എൻ്റെ മ്യൂസിക് പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ വർക്കുകൾ വരാറുണ്ട്. അതായത് അവരൊക്കെ അന്ന് ഇക്കെ കാണുന്നത് കൊച്ചി ഇല്ല, ഇറക്കി. എനിക്കറിയില്ല, ഞാൻ കുറച്ച് പ്രാദേശികമായിട്ട് ഒരു 7 കേസറ്റോളം ചെയ്ത് അവിടെ സെയിൽ ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ള ഒരു ബന്ധമേ ഉള്ളൂ. ഓക്കെ. പക്ഷേ രാജീവേട്ടൻ, ഓഡിയോ വേൾഡ് രാജീവേട്ടൻ ഒരുപാട് വർക്കുകൾ അന്ന് റിലീസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് മോനെ ചെയ്യാം, മോന് ടെൻഷൻ അടിക്കണ്ട, രാജീവേട്ടൻ ചെയ്തു തരും, മോന് ഈ പെരുന്നാളിൻ്റെ സീസണൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അത് ഭയങ്കരമായിട്ട് എനിക്ക് ആശ്വാസം കിട്ടിയ ഒരു പ്രതീക്ഷ തന്നു. അതായത് അത് വല്ലാത്തൊരു, പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ നാടുകളിൽ, എൻ്റെ വടകര പ്രദേശങ്ങളിൽ ഇങ്ങനെ ശരിക്കും 21 വർഷമല്ല ഈ പാട്ട് പാടിയിട്ട്. അതിൻ്റെ മുന്നേ എൻ്റെ നാട് അത്യാവശ്യം വെള്ളിയോളങ്ങര ഭാഗത്തായിരുന്നു ആദ്യമായിട്ട് പാടി. അൽത്താഫ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ വീട്ടിൽ. പിന്നെ കുറേ ഏരിയയിൽ വടകരയൊക്കെ പാടി തുടങ്ങി. പയ്യോളി എന്നാണ് ഈ പാട്ട്. വടകര പയ്യോളി പ്രദേശത്തിനൊരു പ്രത്യേകത ഉണ്ട്. മെലോഡിയസും എല്ലാ പാട്ടിനും ഇഷ്ടപ്പെടുമെങ്കിലും മാപ്പിളപ്പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. അവർക്ക് ജീവനാണ് മാപ്പിളപ്പാട്ടിനെയും പാട്ടുകാരെയും. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് പാടുമ്പോൾ എൻ്റെ കുടുംബക്കാരനായിട്ട് വരുന്ന, എൻ്റെ സ്വന്തം അനിയനല്ല എങ്കിലും എൻ്റെ കുടുംബത്തിലെ അനിയനായിട്ട് വരുന്ന സമദ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അന്ന് സിംഗറായിരുന്നു, ഇന്ന് വളരെ പോപ്പുലറായിട്ടുള്ള റിതം കമ്പോസർ റഫീഖ് വടകരയോട് പറഞ്ഞു, ഈ പാട്ടിട്ട് ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി. നോക്കാം. ആ ഒരു ചർച്ചയാണ്. സമദിൻ്റെ ചങ്ങാതിയും കൂടി ആയിട്ടുള്ള റഫീഖ് വേറെ ആളുണ്ട്. ആദ്യത്തെ എൻ്റെ കൂട്ടുകാർ ചെയ്യാൻ വിചാരിച്ച രണ്ടാളെ പേരും സമദ് റഫീഖ്. ഞാൻ ഇങ്ങനെ ഇപ്പോഴാണ് അതൊക്കെ ചിന്തിക്കുന്നത്. അവർ ഈ വർക്കിൽ നിന്ന് പിന്മാറിയിട്ട് പിന്നെ വരുന്ന 2 പ്രൊഡ്യൂസർമാരുടെ പേരും സമദ് റഫീഖ്. അപ്പോൾ എനിക്കെന്തോ ഒരു കണക്ഷൻ പിന്നീട് തോന്നിയതാണ്. ഞാൻ പിന്നീട് ഇതൊക്കെ ഹിറ്റായതിൻ്റെ ശേഷം അങ്ങനെ ഈ റഫീഖ് വടകര ഉണ്ടല്ലോ, റിതം കമ്പോസർ റഫീഖ് നമ്മുടെ പ്രിയപ്പെട്ട അഫ്സൽ ഖാൻ്റെ ഫാമിലിയായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ബഹ്റൈനിൽ ഷംസുഖായിട്ട് അവരായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ആ കെയർ ഓഫിൽ അഫ്സൽ ഖാനെയും കൂടി ഈ പാട്ടിലേക്ക്, ഈ വർക്കിലേക്ക് കൊണ്ടുവരാൻ ഉറപ്പ് തന്നു. അപ്പോൾ ഇവർക്ക് പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു ലെവലിലാണ് പിന്നെ ഇതൊരു വർക്കായിട്ട് വരുന്നത്. ആദ്യം ഞാൻ ചെയ്ത 3 പാട്ട്, ഫീഡ് ചെയ്ത പാട്ട് നടക്കാതെ പോയി. അതേ പേരിലുള്ള 2 ആളെ പ്രൊഡ്യൂസറായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. അത് പാടുന്നു. ഞാൻ എത്രയോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ കൽബാൺ ഫാത്തിമ നെഞ്ചിനുള്ളിൽ ഞാൻ പാടേണ്ട പാട്ടല്ല. ഞാൻ അത് അഫ്സൽക്കാക്ക് പ്രൊഡ്യൂസർ എല്ലാവരും അഫ്സൽക്കാക്ക് വെച്ച പാട്ടാണ്. അതും ഈ കൽബാൺ ഫാത്തിമയിൽ ബാക്കി പാട്ടുകളെല്ലാം അഫ്സലിക്കയാണ് പാടിയത്. താജിക്ക് പാടുന്ന ഒറ്റ പാട്ട് നെഞ്ചിനുള്ളിൽ നീയാണ്. അല്ല, ഞാൻ 3 പാട്ട് പാടിയിരുന്നു. എൻ്റെ സ്നേഹമുള്ള ഫർഹാനെയും, ആശകളില്ലാതെയും, പിന്നെ നെഞ്ചിനുള്ളിലും. പിന്നെ ഒരു പാട്ട് റഫീഖ് വടകര പാടിയിട്ടുണ്ട്, കാണാനഴകുള്ള എന്നുള്ള. അപ്പോൾ ഈ പാട്ട് സ്റ്റുഡിയോ പാടുമ്പോഴും സ്റ്റുഡിയോ പോകുമ്പോഴൊന്നും ഈ പാട്ട് ഞാനാണ് പാടുന്നതെന്നുള്ള ഒരു ഉറപ്പ് എനിക്കില്ല. കാരണം അഫ്സലിക്കയാണ് പാടുന്നത് 100%. കാരണം അഫ്സൽക്ക പിന്നണി സിംഗറാണല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ സംഗതിയാണ്. എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക ആവേശം കൂടും. നിങ്ങൾ അത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്നൊരു താരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അഫ്സൽക്കാക്ക് പാടിക്കൊടുക്കാനുള്ള ഭയം കൊണ്ട് ഞാൻ ആ പാട്ടിൻ്റെ 8 പാട്ടും ഞാനാണ്, ഫീമെയിൽ പൊസിഷൻ വരെ ഞാനാണ് ട്രാക്ക് പാടിയത്. അപ്പോൾ അഫ്സൽക്കയുടെ പാട്ട് ഒരു പിന്നണി ഗായകന് പാടിക്കൊടുക്കാനുള്ള പേടി, അദ്ദേഹം എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഒരു വിറയൊക്കെ വന്ന് തൊണ്ടയൊക്കെ ഒന്ന് ഇതാവല്ലോ, വരണ്ടു പോകുമല്ലോ. ഒരു സിനിമ പിന്നണി ഗായകന് പാടിക്കൊടുക്കാൻ ഒന്നുമില്ലാത്ത നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അയാൾ ഉള്ളിൽ കളിയാക്കോ, ഇവനെന്താ പാടുന്നത് തരുന്നതെന്നുള്ള. പക്ഷേ അത് നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് അഫ്സൽക്കയുടെ വോയിസ് അനുകരിച്ചിട്ട് അഫ്സൽ ഖാൻ്റെ സ്റ്റൈല് കീപ്പ് ചെയ്തിട്ട് ഞാൻ പാടിയ പാട്ടാണ്. അപ്പോൾ അന്ന് സ്റ്റുഡിയോ എഞ്ചിനീയർ, പ്രശസ്തനായ ഗായകൻ, എൻ്റെ ഉപ്പയുടെ കൂട്ടുകാരനാണ് സതീഷ് ബാബുവേട്ടൻ എന്ന പ്രിയപ്പെട്ട സതീഷ് ഏട്ടൻ. അവർ പ്രൊഡ്യൂസറോട് പറഞ്ഞു, സതീഷ് ഏട്ടൻ ഇങ്ങനെ ഈ പാട്ട് മാറ്റിവെക്കും, ഇത് കുഞ്ഞു മൂസക്കാരൻ്റെ മോൻ തന്നെ പാടട്ടെ. സത്യത്തിൽ എൻ്റെ ആഗ്രഹം പഠിച്ചവൻ അറിഞ്ഞതുപോലെ സതീഷ് ഏട്ടൻ്റെ വാക്കുകളിൽ കൂടി പ്രൊഡ്യൂസർമാർക്ക് അത് എന്നിലേക്ക് മാറ്റിവെക്കാനുള്ളൊരു അവസരം വരുന്ന അങ്ങനെ.